നമസ്കാരം. ഇന്ന് വെജിറ്റേറിയൻസിന് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ജെലാറ്റിൻ ചേർത്തിട്ടുള്ള കുറേ വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്നു അല്ലേ? അപ്പോൾ വെജിറ്റേറിയൻസ് ചോദിക്കും, ഞങ്ങൾക്കിതിന് പകരം എന്താണ് മാഡം വെജിറ്റേറിയൻസ്? ഈ ജെലാറ്റിൻ ആക്ച്വലി ഒരു നോൺ വെജ് ആയിട്ടുള്ള ഒരു വിഭവം, ഒരു ഭക്ഷണമാണ്. കാരണം അത് ഈ ചിക്കൻ, ബീഫ് അതിൻ്റെയൊക്കെ ടെൻഡൻസും അതിൻ്റെ തൊലിയും അതിൻ്റെ ഫാറ്റും ഒക്കെ കൂടെ ഇട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അത് വെജിറ്റേറിയൻസിന് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. അപ്പോൾ ആ ഒരു റെസിപ്പികളിൽ നിങ്ങൾക്ക് ഇത് ചേർക്കാവുന്നതാണ്, വെജിറ്റബിൾ ജെലാറ്റിൻ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അഗർ എന്ന് പറഞ്ഞിട്ട് ഒരു വെജിറ്റബിൾ ജെലാറ്റിനുണ്ട്. അത് സീവീഡിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നതാണ്. സീവീഡ് എന്ന് പറയുന്നത് കടലിലെ ഒരു തരം ആൽഗയാണ്, അതിനകത്ത് നിന്ന് എടുക്കുന്നതാണെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു നല്ല വിഭവമാണ് ഇന്നത്തെ. ഒരു നല്ല ഫ്രൂട്ട് പുഡിങ്ങാണ്. അതിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൾപ്പെടുത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്, ഈ വെജിറ്റബിൾ ജെലാറ്റിൻ വെച്ചിട്ട്. എക്സലൻറ്റ് പുഡിങ്ങാണ്, നല്ല ടേസ്റ്റാണ്, അതോടൊപ്പം ഹെൽത്തിയുമാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു തരില്ല. എപ്പോഴും ഞാൻ പറയാറില്ലേ, നമ്മുടെ വയറിനകത്തുള്ള മൈക്രോഫ്ലോറ എന്ന് പറയുന്ന ഗട്ട് മൈക്രോബ്സ്, അതിന് ഭക്ഷണം നമ്മൾ കൊടുക്കണം. അതിന് ഭക്ഷണം കൊടുക്കാതെയാണ് ഈ പറയുന്ന എല്ലാ ജീവിതശൈലി രോഗങ്ങളാവട്ടെ, ഇപ്പോഴത്തെ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആവട്ടെ, എല്ലാം വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗട്ട് മൈക്രോബ്സിന് നമ്മൾ ഭക്ഷണം കൊടുക്കാത്തതാണ്. ഗട്ട് മൈക്രോബ്സിൻ്റെ ഭക്ഷണം എന്താണ്? നാരുകൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ നാരുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വൈറ്റമിൻസ്, മിനറൽസ് ഇവയൊക്കെ അതിന് വേണം, അതിന് ജീവിക്കണ്ടേ. അത് ഇവിടെ നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമ്മളുടെ ടോട്ടൽ നമ്പർ, നമ്മുടെ ശരീരത്തിനകത്തുള്ള മൊത്തം നമ്പർ ഓഫ് സെൽസിൻ്റെ 10 ഇരട്ടിയുണ്ട് ആ വയറിനകത്ത്. ഇങ്ങനെയുള്ള എല്ലാ നമ്മളെ മൂക്കിനാവട്ടെ ചെവിക്കകത്താവട്ടെ എല്ലാ ഈ ദ്വാരങ്ങളിലൊക്കെ തന്നെയും ഈ മൈക്രോഫ്ലോറ ഇരിപ്പുണ്ട്. അത് നമ്മളെ സംരക്ഷിക്കാൻ, അതൊരു ബാക്ടീരിയ, ഫംഗസ് ഒക്കെയാണ്, നമ്മുടെ സ്കിന്നിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നാച്ചുറൽ ഭക്ഷണങ്ങളാണ്. ഈ നാച്ചുറൽ ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുക, നമ്മളെല്ലാം കെമിക്കലല്ലേ കൊടുക്കുന്നത്. രാപകൽ കെമിക്കലിൻ്റെ വരുമ്പോൾ പല്ല് തേക്കുന്ന പേസ്റ്റ് കെമിക്കൽ, പിന്നെ മുഖത്ത് തേക്കുന്ന സോപ്പ് കെമിക്കൽ, എവിടെ നോക്കിയാലും ഈ കെമിക്കലുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി ഇതിന് പിടിക്കത്തില്ല. കാരണം ഇത് നാച്ചുറലാണ് സംഭവം. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഈ ഓർഗാനിക് കഴിക്കണം, നാച്ചുറലായിട്ടുള്ള കഴിക്കണം, കെമിക്കൽസ് ചേർക്കരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഗട്ട് മൈക്രോബ്സിനെ നമ്മൾ ശരിയാക്കി വെച്ചാൽ നമ്മുടെ 95% പ്രശ്നങ്ങളും മാറിക്കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ വലിയൊരു റിസർച്ച് നടത്തുന്ന ഒരു വലിയ ഗവേഷണ വിഭാഗമാണിത്, ഗട്ട് മൈക്രോബ്സിനെ കുറിച്ചുള്ള ഒരു ചികിത്സാ രീതി. അപ്പോൾ അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഈ നാരുകളിൽ നിന്നാണ്. അപ്പോൾ ഇതാണ്, അതായത് പ്രീബയോട്ടിക്സ്. ഇതിൻ്റെ പേര് പ്രോബയോട്ടിക് ആണെങ്കിൽ ഈ ഗട്ട് മൈക്രോബ്സ് പ്രോബയോട്ടിക് ആണ്. ഈ പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭക്ഷണമാണ്, അതിൻ്റെ ഭക്ഷണം നാരുകളാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. അതിനകത്തുള്ള നാരുകൾ വളരെ ഹെൽത്തിയാണ്. അത് നമ്മുടെ ഈ പറയുന്ന ഗട്ട് മൈക്രോബ്സിൻ്റെ ഭക്ഷണമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് എത്ര ഇത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാൻ വലിയ പ്രയാസമാണ്, നമുക്കിവിടെ അധികം ഇല്ല. ഇതിനൊക്കെ കൃഷി ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് വിലയുള്ളതാണ്. പക്ഷേ കിട്ടുന്ന സമയത്ത് കളയരുത്, ധാരാളം കഴിക്കുക, വളരെ നല്ലതാണ്. ശരിക്കും നമ്മുടെ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും ഒരു മാർഗം തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതോടൊപ്പം ഈ അഗാർ നമ്മൾ കുറച്ച് ഒരു വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കപ്പലണ്ടിയും ബദാമും ഒക്കെ കൂടെ ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രാഗൺ പൾപ്പാണിത്. പിന്നെ ചിയാ സീഡ് വെള്ളത്തിലിട്ട് കുതിർത്തത്. പിന്നെ ഇത് സ്റ്റീവിയ പൗഡറാണ്. ഇപ്പം പ്രമേഹം ഉള്ളവരാണെങ്കിൽ സ്റ്റീവിയ പൗഡർ ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് ശർക്കരയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ അളവും കൂടെ ഞാൻ പറയാം. ആദ്യം ഡ്രാഗൺ ഫ്രൂട്ട് ഇത് ഒരു 100 ഗ്രാം ഉണ്ട്. 100 ഗ്രാം മിക്സിയിൽ ഇങ്ങനെ ഇളക്കിയെടുത്ത് മിക്സിയിലൊന്ന് അടിച്ച് വെച്ചിരിക്കുക. പിന്നെ അതുപോലെ 50 ഗ്രാം ഈ നട്ട്സ് വെള്ളത്തിലിട്ട് കുതിർത്തത് 50 ഗ്രാം ഉണ്ട്. ഇതാണെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒരു 5 ഗ്രാം ഇട്ടാൽ മതിയാവും. ഈ ചൈന ഗ്രാസ് വളരെ കുറച്ച് മതി. 5 ഗ്രാം 1/2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല കൊഴുത്ത് വരും, നല്ലൊരു കൊഴുത്ത ഒരു ലായനിയായിട്ട് കിട്ടും. അതാണിത്. പിന്നെ ചിയാ സീഡ് ഒരു 10 ഗ്രാം വെള്ളത്തിൽ കുതിർത്തത്.
പിന്നെ അതുപോലെ സ്റ്റീവിയ പൗഡർ എന്ന് പറയുന്ന വൈറ്റ് സ്റ്റീവിയാണ് വാങ്ങേണ്ടത്. അത് മധുരത്തിന് പ്രമേഹത്തിനാകുമ്പോൾ കലോറി ഇല്ലാത്ത മധുരമാണ്. അല്ലാത്തവർക്ക് ശർക്കരപ്പാനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓർഗാനിക് ഷുഗർ ഉപയോഗിക്കാം. ഇപ്പോൾ കോക്കനട്ട് ഷുഗറും ഒക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് അടിച്ചത്, ഉടനെ ഇതിപ്പോൾ തിളപ്പിച്ച് നമ്മൾ അലിച്ചെടുത്താണ്. അതിൻ്റെ ഇടയ്ക്ക് അത് കട്ടിയായിപ്പോവും. വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് കട്ടിയാവുന്നത്. അപ്പം കൊണ്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തതേ ഉള്ളൂ. ചൂടാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വരും. നട്ട്സ് മിക്സിയിൽ അടിച്ചെടുത്തത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കണം. ചിയാ സീഡ്, ഇതൊക്കെ ചേർക്കുന്ന ചിയാ സീഡും അതുപോലെ തന്നെ ഗട്ട് മൈക്രോബ്സിന് ഏറ്റവും ഉചിതമായ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും കലവറയാണ് ചിയാ സീഡ്. പോഷകങ്ങളുടെ കലവറ. ഫൈബർ മാത്രമല്ല, ഒമേഗ 3 വളരെ കൂടുതലുണ്ട്, പ്രോട്ടീനുണ്ട്, പിന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. ചിയാ സീഡ് മധുരം വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അതിൽ ചേർക്കേണ്ട കാര്യമില്ല. ഇതിന് ചെറിയ മധുരമുണ്ട്. ഒന്നുകൂടെ ചൂടാക്കി എടുക്കണം, അപ്പോൾ ഇത് കറക്റ്റാവും. ഇതാണ് ഫ്രഷ് പുഡിങ്. അതിന് പാചകം വലുതായിട്ടില്ല. ഈ ജെലാറ്റിൻ മാത്രം, വെജിറ്റബിൾ ജെലാറ്റിൻ മാത്രം നമ്മളൊന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത്, ഫ്രിഡ്ജിലെന്ന് പറഞ്ഞാൽ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ കട്ടിയായി. ഞാൻ നേരത്തെ ഇത് തയ്യാറാക്കി വെച്ചതാണ്. ഇതിന് പക്ഷേ ഞാൻ കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ആർക്കും പ്രമേഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ശർക്കര ചേർത്തിട്ടാണ് ഞാനിത് തയ്യാറാക്കിയത്. അപ്പോൾ ഇത് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും മാഡം ഇതൊക്കെ ഉണ്ടാക്കി തന്നെ ഇരുന്ന് കഴിക്കും, തന്നെ ഇരുന്ന് ഗമയടിക്കുമെന്ന്. അങ്ങനെയൊന്നും വിചാരിച്ച് കളയരുത് കേട്ടോ. ഒറിജിനൽ ടേസ്റ്റ് ഉണ്ടെങ്കിലേ ഞാൻ പറയാറുള്ളൂ. നല്ല ടേസ്റ്റുണ്ട്. ഇങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ അടിപൊളി ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് പുഡിങ്ങൊക്കെ തയ്യാറാക്കാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഇതൊക്കെ ട്രൈ ചെയ്യണം. ഇപ്പോൾ ആൾക്കാരൊക്കെ നമ്മുടെ വ്യൂവേഴ്സൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ എഴുതുന്നുണ്ട്, മാഡം കൊള്ളാം, നല്ല രുചിയാണ്, അടിപൊളിയാണ്, അങ്ങനെ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് എഴുതുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ കമൻറ്റ്സൊക്കെ വായിക്കുമ്പം. അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. പിന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ എന്താ പറയുക, ഡയബറ്റിക് പേഷ്യൻസ് മാത്രമല്ല, ഹൈപ്പർടെൻസീവ് പേഷ്യൻസ്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർ, കൊളസ്ട്രോൾ എനിക്ക് കൂടുതലാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർക്കൊക്കെ എക്സലൻ്റ് ആണ് ഈ സംഭവം. പിന്നെ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർക്ക് നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ എപ്പോഴും വയറിനകത്തൊരു എരിച്ചിൽ, വെപ്രാളം, വയറുപെരുക്കം, ഗ്യാസ്, ദഹനക്കേട് എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ മലബന്ധത്തിന് നമ്പർ 1 സംഭവമാണിത്. മലബന്ധം പൂർണ്ണമായിട്ട് മാറും, ഡൈജഷൻ പ്രോപ്പറായിരിക്കും. ഈ ഡൈജഷൻ ആണെങ്കിലും മലബന്ധമാണെങ്കിലും എല്ലാം നമ്മുടെ ഗട്ട് മൈക്രോബ്സിനെ റിലേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നില്ല, നമുക്ക് നല്ല സന്തോഷം വരിക, ഉറക്കം വരിക, മെലട്ടോണിൻ, സെറട്ടോണിൻ, ഡോപ്പമിൻ, ഇവയൊക്കെ തയ്യാറാക്കുന്ന ആരാണ്? ഈ ഗട്ട് മൈക്രോബ്സ് ആണ്.
95% ബ്രെയിനിനകത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ, ബ്രെയിനിന് വേണ്ട എല്ലാ കാര്യവും, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യവും കൺട്രോൾ ചെയ്യുന്ന കൺട്രോളിങ് പവറാണത് കേട്ടോ, കൺട്രോളിങ് ഏരിയയാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ മറന്നു പോകരുത്. അതിന് കൂടുതൽ ബഹുമാനം കൊടുത്തുകൊണ്ടുള്ള ആഹാരക്രമം ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതനുസരിച്ച് നിങ്ങൾക്ക് അത്രയ്ക്ക് ആരോഗ്യം വരും. യു ക്യാൻ എന്താ പറയുക, ഒരു 24 hour എനർജി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അത് സംശയമില്ല. കഴിയുന്നതും കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക എന്നുള്ള ആ ഒരു മെസ്സേജ് ഞാൻ ഓരോ വീഡിയോയിലും പറയുകയാണ്. കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഇവിടെ വില്ലനാവുന്നത്. പാവം കൊഴുപ്പിനെയും പ്രോട്ടീനെയും പ്രതിക്കൂട്ടി നിർത്തണ്ട കേട്ടോ. എപ്പോഴും ഈ ഒരു ദിവസം എനിക്കൊരു 4-5 കോൾസാണ് കിട്ടുന്നത്. മാഡം കൊളസ്ട്രോൾ കൂടുതലാണ്. നിങ്ങൾ കൊളസ്ട്രോളിന് പാപം അതിന് പിടിക്കാൻ നടക്കല്ലേ, കൊളസ്ട്രോളിന് വെറുതെ വിട്, അത് ജീവിച്ചു പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കൊളസ്ട്രോൾ ഈസ് ദ അബ്സല്യൂട്ട് ഇന്നവിറ്റബിൾ ഇൻഗ്രീഡിയൻറ്റ് നീഡഡ് ഫോർ ദ ഫങ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഈ കോശങ്ങളില്ലേ, കോശങ്ങളുടെ ആവരണം കൊളസ്ട്രോൾ ഇട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. തലച്ചോറിൻ്റെ 25% കൊളസ്ട്രോളാണ്. കണ്ണിൻ്റെ റോഡ്സ് ആൻഡ് കോൺസ് കൊളസ്ട്രോൾ ഇട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ഓരോ അവയവങ്ങൾക്കും കൊളസ്ട്രോൾ അത്രയും. അതുപോലെ തന്നെ ഹോർമോൺസ്, എൻസൈംസ്, വൈറ്റമിൻ ഡി, തൈറോക്സിൻ, എല്ലാ ഹോർമോൺസിൻ്റെ എൻസൈംസിൻ്റെയും പ്രൊഡക്ഷന് കൊളസ്ട്രോൾ ഏറ്റവും അത്യാവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഈ ഷുഗറും അതുപോലെ തന്നെ BP യും കൊളസ്ട്രോളും എന്ന് പറഞ്ഞിട്ട് മൂന്നിനെയും പ്രതിക്കൂട്ടിക്കയറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഷുഗറിനെയും BP യും നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് അമിതമായിട്ട് കൂടരുത്, തീരെ കുറയരുത്. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക, അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ എപ്പോഴും പേടിച്ചിട്ട് എനിക്ക് പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മനപ്രയാസത്തോടുകൂടി എപ്പോഴും ടെൻഷൻ അടിച്ച് നടക്കാതെ ബി ഹാപ്പി, ബി പോസിറ്റീവ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു ടേക്ക് ഇറ്റ് ഈസി പോളിസി തന്നെയാണ് നല്ലത് ഇതിനെ സംബന്ധിച്ചിടത്തോളം. എങ്കിൽ കൂടിയും നമുക്കൊരു കോഷ്യസ് അപ്രോച്ച് വേണം. അസുഖം ഉണ്ടോ എന്നുള്ളത് പീരിയോഡിക്കൽ ചെക്കപ്പൊക്കെ നല്ലത് തന്നെയാണ് ചെയ്യുക. അതനുസരിച്ച് കൊളസ്ട്രോളിനെ വിളിച്ചുകൊണ്ടിരിക്കാതെ കൊളസ്ട്രോൾ നല്ലവനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കൊളസ്ട്രോൾ പ്രൊവൈഡ് ചെയ്യുക. അതല്ലേ ഞാൻ എപ്പോഴും വെർജിൻ കോക്കനട്ട് ഓയിലിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ആഹാരക്രമവും നല്ലൊരു ജീവിതശൈലിയും, നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. എന്നാൽ ചീത്ത ഭക്ഷണം കഴിക്കരുതൊന്നുമല്ല, യു ക്യാൻ ടേക്ക് വൺസ് ഇൻ എ വൈൽ, ഡോണ്ട് മേക്ക് ഇറ്റ് എ റൂട്ടീൻ പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.